ലക്ഷദ്വീപിൽ 220 യാത്രക്കാർ കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇന്നലെ രാത്രി 10:30-ന് അഗതിയിലെത്തിയതാണ് കപ്പൽ. ചരക്കിറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യാത്ര വൈകിക്കുന്നത്. 15-ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട MV അറേബ്യൻ സീ കപ്പലിലെ യാത്രയാണ് കുടുങ്ങിയത്. ഇന്ന് ഇതുവരെ ഷിപ്പ് അഗതിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പേഷ്യൻസ് രാത്രി ഇവിടെ കയറി ഇറങ്ങാനുള്ളവർക്ക് ഇറങ്ങി. 200-ലധികം ആൾക്കാർ ഈ കപ്പലിലുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഇന്ന് രണ്ടാമത് പോലീസും അധികാരികളും DC ഒക്കെ ഷിപ്പിൽ വന്ന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടം വരെ എത്തുമെന്നറിയില്ല. ഇനിയും ഇതിൽ തന്നെ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുമോ അതോ ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സംവിധാനം ഉണ്ടാകുമോ എന്നറിയില്ല. നാളെ ഞങ്ങൾക്ക് ബലിപെരുന്നാളാണ്. ആ ബലിപെരുന്നാളിൽ കൽപ്പനിയിലേക്ക് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷബ്ന സിയാദാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷബ്ന, ഈ സാഹചര്യത്തിൽ എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ചരക്കിറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യാത്ര വൈകിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം, ഷബ്ന? ആതിര, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചത് ഈ കൽപ്പനിയിലെ യാത്ര പോകേണ്ടിയിരിക്കുന്ന ഈ കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്ന അലി അക്ബർ എന്ന ഒരു യാത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഈ കപ്പൽ ഇന്നലെ രാത്രി 10:30-ക്കാണ് അഗത്തിയിലെത്തിയത്. 15-ാം തീയതിയാണ് കൊച്ചിയിൽ നിന്ന് യാത്രക്കാരുമായി കപ്പൽ പുറപ്പെട്ടത്. 15-ാം തീയതി പുറപ്പെട്ടു, നേരെ കവരത്തിക്ക് പോയി. കവരത്തിയിൽ നിന്നും അഗത്തിയിലെത്തി. അഗത്തിയിൽ ഇന്നലെ രാത്രി മുതൽ ഇത്തരത്തിൽ ഈ യാത്ര അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ചരക്ക് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഈ അൺലോഡിംഗ് തൊഴിലാളികളും മർച്ചന്റ് യൂണിയനും തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള യാത്ര പ്രതിസന്ധിയിലാക്കിയത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇതിലെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാളെയാണ് കൽപ്പേനിയിൽ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ബലിപെരുന്നാൾ ആഘോഷം നടക്കേണ്ടത്. അപ്പോൾ ഈ ബലിപെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ട ആളുകളാണ് ഈ കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്ന 220 യാത്രക്കാരും. കൽപ്പേനി ദ്വീപിലേക്കുള്ള യാത്രക്കാരാണ് ഇത്തരത്തിൽ അഗത്തിയിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇന്നലെ 10:30 മുതൽ ഇവർ ഈ ഷിപ്പിൽ തന്നെയാണ്. പുറത്തിറങ്ങാനോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും പറ്റാതെ അഗത്തി ദ്വീപിൽ ഇവർ ഈ കപ്പലിൽ തന്നെ രാത്രി മുതൽ കഴിച്ചുകൂട്ടുകയാണ്. ഇപ്പോഴും ഇതിൽ ഒരു തീരുമാനമായിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടെയെങ്കിലും ഇതിൽ തീരുമാനമായി പുറപ്പെട്ടാൽ മാത്രമേ നാളെ അവർക്ക് ഈ ബലിപെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ അവരവരുടെ വീടുകളിൽ എത്താൻ സാധിക്കൂ എന്ന ഒരു ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. ശരി, ലക്ഷദ്വീപിൽ 220 യാത്രക്കാർ കപ്പലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ചരക്കിറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇവരുടെ യാത്ര വൈകിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കൊച്ചിയിൽ നിന്ന് ഷബ്ന സിയാദ.